ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വന്ദേ ഭാരത് ട്രെയിനുകൾ ആധുനിക റെയിൽവേയുടെ പുതിയ മുഖമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കി. M മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPIM തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള പദ്ധതികൾ വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. ദുരന്തത്തിൽ തകർന്ന സ്കൂളുകളിൽ തിങ്കളാഴ്ച പുനഃപ്രവേശനോത്സവം. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. അസ്ന ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തിങ്കളാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരും. വാർത്തകൾ വിശദമായി. വന്ദേഭാരത് ട്രെയിനുകൾ ആധുനിക റെയിൽവേയുടെ പുതിയ മുഖമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്ദേഭാരത് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കൂടുതൽ അടുക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മീററ്റ് ലക്നൌ, മധുര ബംഗളൂരു, ചെന്നൈ നാഗർകോവിൽ എന്നീ വന്ദേഭാരത് സർവീസുകളാണ് ആരംഭിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ പ്രവർത്തനമാരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. കൊച്ചി വിമാനത്താവളത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന 7 മെഗാ പദ്ധതികളിൽ 4ാമത്തെ പദ്ധതിയാണ് എയ്റോ ലോഞ്ച്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ കാസ്പിൽ വ്യാജമായി പേര് ചേർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യാജ കാർഡുണ്ടാക്കി വിതരണം നടത്തുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പ്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കാൻ തീരുമാനിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP രാമകൃഷ്ണനെ പുതിയ കൺവീനറായി നിയമിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BJP നേതാക്കളെ കണ്ടതുമാത്രമല്ല EP ജയരാജനെ മാറ്റാൻ കാരണം. CPIM കേന്ദ്ര കമ്മിറ്റിയിൽ EP ജയരാജൻ തുടരുമെന്നും ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ ത്യാഗപൂർണമായി ഒഴിയുകയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചതിന്റെ തെളിവാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ കാരണം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് അറിയില്ലെന്നും ശ്രീ VD സതീശൻ പറഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഇന്ന് നടത്താനിരുന്ന ബെർത്തിംഗ് അധികൃതരുടെ സൌകര്യാർത്ഥം നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ MSCയുടെ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പലാണ് ഡെയ്ല മദർഷിപ്പ്. ഗ്രാമപഞ്ചായത്തിൽ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ഇനി രജിസ്ട്രാർക്ക് മുൻപിൽ ഓൺലൈനായി ഹാജരായി വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. നേരിട്ട് ഹാജരാകണമെന്ന നിബന്ധനയിലാണ് ഇളവ് നൽകുന്നത്. ഇതിനുള്ള ചട്ടഭേദഗതി ഉടൻ കൊണ്ടുവരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2019 കോവിഡ് സാഹചര്യത്തിൽ വിദേശത്തുള്ളവർക്ക് വിവാഹ രജിസ്ട്രേഷന് ഓൺലൈനിൽ ഹാജരാകാൻ പ്രത്യേകം ഉത്തരവിറക്കിയിരുന്നു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത ഇന്ന് വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകൾക്ക് ശേഷമായിരിക്കും പ്രക്ഷേപണം. M മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുകേഷിനെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുകേഷിനെ സംരക്ഷിച്ചിട്ടില്ലെന്നും കേസ് അന്വേഷണത്തിൽ MLA എന്ന ആനുകൂല്യം നൽകില്ലെന്നും പീഡന ആരോപണങ്ങളിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറാകില്ലെന്നും ശ്രീ MV ഗോവിന്ദൻ വ്യക്തമാക്കി. M മുകേഷ് MLAയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായി. MLAയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ലാത്തിചാർജിൽ മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രതികരിക്കാൻ സാധിക്കാത്തത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് AMMA മുൻ പ്രസിഡന്റും നടനുമായ മോഹൻലാൽ. റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ദൌർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിലുള്ള ഖേദവും ശ്രീ മോഹൻലാൽ പ്രകടിപ്പിച്ചു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. AMMA ഭരണസമിതിയുടെ രാജി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. സംഘടനയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുമാറിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.
വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശത്തെ അതിജീവിതർക്കായുള്ള വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രകൃതി ദുരന്തത്തിൽ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് ദീർഘകാല പരിരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാട്ടിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം തിങ്കളാഴ്ച നടക്കും. മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല GVHSS മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLPS മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. ഉരുൾപൊട്ടലിൽ SSLC സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ പകർപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും. ഹസ്ന ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തിങ്കളാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരൻ ചുമതലയേറ്റു. നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു വിരമിച്ചതിനെ തുടർന്നാണ് ചുമതലയേറ്റത്. 2025 ഏപ്രിൽ വരെയാണ് കാലാവധി. വി വേണു കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ ജീവിത പങ്കാളിയായ ശാരദാ മുരളീധരൻ പകരം ചുമതലയേൽക്കുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി കാന്തല്ലൂരിൽ ശർക്കര നിർമ്മാണ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തെരഞ്ഞെടുത്ത പരമ്പരാഗത തൊഴിലുകളിലൊന്നാണ് മറയൂർ ശർക്കര നിർമ്മാണം. കാലങ്ങളായി ശർക്കര നിർമ്മാണവും കരിമ്പ് കൃഷിയും ചെയ്തുവരുന്ന മറയൂരിലെ 150ഓളം പട്ടികവർഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ച് മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. പൂർണ്ണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഈ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. കാന്തല്ലൂർ പഞ്ചായത്തിലെ ദണ്ടുകൊമ്പ് കോളനിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ്. അങ്കമാലി യാർഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിൻ സർവീസുകളിൽ നാളെ മുതൽ മാറ്റം. നാളെ രാവിലെ 7:20 പുറപ്പെടേണ്ടിയിരുന്ന പാലക്കാട് എറണാകുളം ജംഗ്ഷൻ മെമു ഉച്ചയ്ക്ക് 2:45 പുറപ്പെടേണ്ട എറണാകുളം ജംഗ്ഷൻ പാലക്കാട് മെമു സർവീസുകൾ പൂർണ്ണമായി റദ്ദാക്കി. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ഞായറാഴ്ച എറണാകുളം ജംഗ്ഷനിൽ സർവീസ് നിർത്തും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം ടൌണിലും കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഷൊർണൂരിലും ഞായറാഴ്ച സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് നാളെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടും. കോഴിക്കോടിനും എറണാകുളത്തിനും ഇടയിൽ സർവീസ് റദ്ദാക്കും. നാളെ മുതൽ 2 മാസക്കാലത്തേക്ക് UAEയിൽ അനധികൃത താമസക്കാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാൻ തീരുമാനിച്ചു. നോർക്ക റൂട്ട്സിന്റെയും ലോക കേരള സഭാ സെക്രട്ടേറിയറ്റിന്റെയും നേതൃത്വത്തിൽ നടന്ന ലോക കേരള സഭാ പ്രതിനിധികളുടെ ഓൺലൈൻ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം എടുത്തത്. നോർക്ക സെക്രട്ടറി K. വാസുകി, ലോക കേരള സഭാ സെക്രട്ടേറിയറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 3 ദിവസത്തെ RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് പാലക്കാട് തുടക്കമായി. RSS സർ സംഘചാലക് മോഹൻ ഭാഗവത്, സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ തുടങ്ങിയവർ നേതൃത്വം നൽകും. 90 അഖില ഭാരതീയ കാര്യകർത്താക്കളും RSSുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന 32 സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് ചലച്ചിത്ര നടനും KCL ബ്രാൻഡ് അംബാസഡറുമായ മോഹൻലാൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ചടങ്ങിൽ വിജയികൾക്ക് നൽകുന്ന ട്രോഫി മന്ത്രി വി അബ്ദുറഹിമാൻ അനാവരണം ചെയ്തു. അടുത്ത മാസം 2 മുതൽ 18 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് KCL മത്സരങ്ങൾ നടക്കുന്നത്. പാരീസ് പാരാലിമ്പിക്സ് 3ാം ദിനത്തിലും മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഇന്ന് രാത്രി നടക്കുന്ന ജാവലിൻ ത്രോ F57 ഫൈനൽ ഇനത്തിൽ പർവീൺ കുമാർ ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ഇന്നലെ വനിതകളുടെ 100 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ അവനി ലേഖര റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. കോട്ടയം ജില്ലയിലെ പാമ്പാടി, മീനടം, പുതുപ്പള്ളി ഭാഗങ്ങളിൽ സൂര്യന് ചുറ്റും പ്രഭാവലയം തീർക്കുന്ന കൌതുക കാഴ്ച ദൃശ്യമായി. ഹാലോ എന്ന് ശാസ്ത്രലോകം പറയുന്ന പ്രതിഭാസമാണ് ഇതെന്ന് കരുതുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വന്ദേ ഭാരത് ട്രെയിനുകൾ ആധുനിക റെയിൽവേയുടെ പുതിയ മുഖമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPIM തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള പദ്ധതികൾ വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. ദുരന്തത്തിൽ തകർന്ന സ്കൂളുകളിൽ തിങ്കളാഴ്ച പുനഃപ്രവേശനോത്സവം. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഹസ്ന ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തിങ്കളാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.